ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ഡേയുടെ മാതൃകാ പരീക്ഷ അഥവാ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരി, പരീക്ഷയൊക്കെ ഇങ്ങ് അടുത്ത് വരികയല്ലേ. അപ്പം നമുക്ക് പഠിച്ച പാഠങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈൻ ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും മോഡൽ എക്സാം സ്പെഷ്യൽസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണല്ലേ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെയൊക്കെ കൂട്ടുകാർ പൂരിപ്പിക്കുക. നിങ്ങളുടെ പേരും സ്കൂളിൻ്റെ പേരും ഒക്കെ എഴുതുക. പിന്നെ ടൈമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ സമയമുണ്ട്. അപ്പം ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായി വായിച്ച് അതിൻ്റെ ആൻസറുകൾ നന്നായി എഴുതിക്കോളൂ കേട്ടോ. ഒന്നാമത്തെ വർക്ക്ഷീറ്റ് നോക്കിയേ. വർക്ക്ഷീറ്റ് 1, ലൈലയുടെ കളിവണ്ടി. ചക്രങ്ങൾ വരച്ചു ചേർക്കൂ, രൂപം നോക്കി നിറം നൽകും. ഇവിടെ നോക്കി ഒരു മനോഹരമായ തീവണ്ടി കാണാം അല്ലേ കൂട്ടുകാരെ? അതെ, ഇതിൽ 3 രീതിയിലുള്ള രൂപങ്ങൾ കാണാം. ഏതൊക്കെ രൂപങ്ങളാണുള്ളത്? വൃത്തം, ത്രികോണം, ചതുരം. അപ്പോൾ വൃത്തത്തിന് നീല നിറവും, ചതുരത്തിന് ചുവപ്പ് നിറവും, ത്രികോണത്തിന് മഞ്ഞ നിറവും കൂട്ടുകാർ കൊടുക്കണം. മാത്രമാണോ? അല്ല, തീവണ്ടിക്ക് ചക്രങ്ങളില്ലല്ലോ. ചക്രങ്ങളും കൂട്ടുകാർ വരച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ മനോഹരമായ തീവണ്ടിയായി. ഇനി വർക്ക്ഷീറ്റ് 2, എന്തെല്ലാം കാഴ്ചകൾ. ചിത്രത്തിന് നിറം നൽകൂ, ലഘുവാക്യങ്ങളിൽ വിവരണം എഴുതും. എല്ലാ എക്സാമിലും കണ്ടുവരുന്ന അടുത്ത 2ാമത്തെ ചോദ്യം ഈ രീതിയിലായിരിക്കാം. വിവരണം തയ്യാറാക്കുക അല്ലെങ്കിൽ ലഘുവാക്യങ്ങളിൽ എഴുതുക. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്കൊരു ചിത്രം തന്നിരിക്കും. ആ ചിത്രത്തിലുള്ള കാര്യങ്ങൾ അതുപോലെ കൂട്ടുകാരുടെ സങ്കല്പങ്ങളിൽ എഴുതി വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇവിടെ കണ്ടോ, കൂറ്റൻ കെട്ടിടങ്ങളും തെങ്ങും അതുപോലെ തന്നെ തീവണ്ടിയും പുഴയും പരുന്തും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. നോക്കിയേ, എന്തൊക്കെ കണ്ടു? കൂറ്റൻ കെട്ടിടങ്ങൾ, നിറയെ വാഹനങ്ങൾ, തെങ്ങുകളും. പട്ടണത്തിലെ കാഴ്ച മനോഹരമായിട്ടുണ്ട്. തൊട്ടടുത്തായി തീവണ്ടി ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. റോഡിനരികിലൂടെ പുഴ ഒഴുകുന്നുണ്ട്. അതിലൊരു വള്ളക്കാരൻ തോണി തുഴയുന്നത് കാണാം. ആകാശത്തിൽ ഒരു പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് കാണാം. നിരന്ന് കിടക്കുന്ന നെൽപ്പാടുകളിൽ പശുക്കൾ മേയുന്നതും നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. കൂട്ടുകാർ ഇതൊക്കെ കണ്ടായിരുന്നു? കണ്ടു അല്ലേ? അടുത്ത ചോദ്യം നോക്കിയേ. വർക്ക്ഷീറ്റ് 3, ഹായ് പലഹാരങ്ങൾ. ഓരോരുത്തരും വാങ്ങിയ പലഹാരങ്ങൾ നോക്കൂ. എത്ര രൂപയാണെന്ന് കണ്ടെത്തൂ. ഇവിടെ ദാമുച്ചേട്ടൻ തൻ്റെ പലഹാരക്കടയിൽ നല്ല ഭംഗിയും സ്വാദുമുള്ള പലഹാരങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് വില വിവര പട്ടിക എന്ന് പറഞ്ഞൊരു ബോർഡ് തൂക്കിയിരിക്കുന്നത് കാണാം. അതിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂട്ടുകാരെ? ഓരോ പലഹാരങ്ങളുടെയും വിലയാണ് അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? അതെ, പപ്സ് 14 രൂപ, പഴംപൊരി 7 രൂപ, ബിസ്ക്കറ്റ് 3 രൂപ, ജിലേബി 6 രൂപ, ലഡു 5 രൂപ. അപ്പോൾ കൂട്ടുകാർ ഓരോ പലഹാരത്തിൻ്റെയും വിലകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? നോക്കിയേ, ലൈല പഴംപൊരിയും ജിലേബിയും വാങ്ങി. ആകെ അവൾക്ക് എത്ര രൂപയായിട്ടുണ്ടാകും? പഴംപൊരിക്ക് 7 രൂപയും ജിലേബിക്ക് 6 രൂപയുമാണ് വില വരുന്നത്. ആകെ എങ്ങനെ കണ്ടുപിടിക്കും? 7 + 6 = 13 രൂപ. അടുത്ത് മിഥുൻ പപ്സും ലഡുവും വാങ്ങി. അവനാകെ എത്ര രൂപയായിട്ടുണ്ടാകും? എങ്ങനെ കണ്ടെത്തും? പപ്സിൻ്റെയും ലഡുവിൻ്റെയും വിലകൾ തമ്മിൽ കൂട്ടിയാൽ പോരെ? മതി, എഴുതിക്കോളൂ. പപ്സിന് 14 രൂപയും ലഡുവിന് 5 രൂപയുമാണ്.
ആകെ 19 രൂപ മിഥുന് കടക്കാരന് കൊടുക്കണം. അടുത്ത മേരി ലഡുവും ബിസ്ക്കറ്റും വാങ്ങി. ലഡുവിന് എത്ര രൂപയാണ്? 5 രൂപ. ബിസ്ക്കറ്റിനോ? അതെ, 3 രൂപയാണ്. കൂട്ടി നോക്കൂ. 5 + 3 = 8 രൂപ. അപ്പോൾ മേരി കടക്കാരന് 8 രൂപ കൊടുക്കണം. നോക്കിയേ, ദീപു അമ്മയ്ക്കു വേണ്ടി പഴംപൊരിയും ലഡുവും വാങ്ങി. 20 രൂപ കടക്കാരന് കൊടുത്തു. ദീപുവിന് ബാക്കി എത്ര രൂപ കിട്ടും? എങ്ങനെ കണ്ടെത്താം? ആദ്യം നമുക്ക് പഴംപൊരിക്കും ലഡുവിനുമായി ആകെ എത്ര രൂപയായിട്ടുണ്ടെന്ന് നോക്കാം. നോക്കൂ, പഴംപൊരി 7 രൂപയും ലഡു 5 രൂപയുമാണ്. 12 രൂപ ദീപുവിന് പഴംപൊരിയും ലഡുവും വാങ്ങിയപ്പോൾ ആയി. എത്ര രൂപ ദീപു കടക്കാരന് കൊടുത്തു? 20 രൂപ കൊടുത്തു. എന്നാൽ എത്ര രൂപ ബാക്കി കിട്ടും? നോക്കൂ, 20 - 12 = 8 രൂപയാണ് കടക്കാരൻ ദീപുവിന് തിരികെ കൊടുക്കേണ്ടത്. വർക്ക്ഷീറ്റ് 4. പച്ചക്കറി കൂടാം. വരികൾ കൂട്ടിച്ചേർക്കാം. നോക്കിയേ, ഇവിടെ താമുക്കരടിയുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ഒത്തിരി പച്ചക്കറികൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ? വെണ്ട, പാവൽ, തക്കാളി, കത്തിരിക്ക, വെള്ളരിക്ക, അങ്ങനെ ഒത്തിരി പച്ചക്കറികൾ കാണാമല്ലേ? ഇവിടെ ഒരു പാട്ടുണ്ട്, നോക്കിയേ. കൂടയിലുണ്ടേ വെണ്ടയ്ക്ക, നീളൻ വെണ്ടയ്ക്ക, ഉള്ളിൽ നിറയെ വിത്തുണ്ടേ, മുത്തുകൾ പോലെ വിത്തുണ്ടേ. നമുക്കിനി വരികൾ കൂട്ടിച്ചേർക്കാം. ചേർത്തോളൂ. കൂടയിലുണ്ടേ പാവയ്ക്ക, നീളൻ പാവയ്ക്ക, ഉള്ളിൽ നിറയെ വിത്തുണ്ടേ, കല്ലുകൾ പോലെ വിത്തുണ്ടേ. അപ്പോൾ അടുത്ത 4 വരി കൂട്ടുകാർ എഴുതുമല്ലോ അല്ലേ? വർക്ക്ഷീറ്റ് 5. എത്ര പഴങ്ങൾ? പ്രത്യേകതകൾ വായിക്കൂ. പഴമേതെന്ന് കണ്ടെത്തൂ. ഞാനിവിടെ പഴങ്ങളുടെ പ്രത്യേകതകൾ വായിക്കാം. പഴമേതാണെന്ന് കൂട്ടുകാർ പറയുമല്ലോ അല്ലേ? വലിയ പഴം, മഞ്ഞ നിറം, പുറത്ത് മുള്ളുണ്ട്, ഉള്ളിൽ വിത്തില്ല, പഴത്തിനു മുകളിൽ ചെറിയ ചെടി. എന്താ? പൈനാപ്പിൾ. ചെറിയ പഴം, കുലകുലയായി കാണുന്നു, ഉള്ളിൽ വിത്തുണ്ട്, പല നിറത്തിൽ കാണാം. എന്താ? അതെ, മുന്തിരി. ഇനി അടുത്തത് നോക്കിയേ. വലിയ പഴം, പച്ച നിറം, ഉള്ളിൽ നിറയെ വിത്തുകൾ, പഴുത്താൽ മഞ്ഞ നിറം, വിത്തുകൾ കറുത്ത നിറം, പച്ചയ്ക്കും പഴുത്തിട്ടും തിന്നാം, കറിയും വയ്ക്കാം. വാഴപ്പഴം. ഒരു പഴത്തിൻ്റെ പ്രത്യേകതയും പേരും കൂട്ടുകാർ സ്വന്തമായി എഴുതി നോക്കൂ. എഴുതാം. വലിയ പഴം, പുറത്തു മുള്ളുണ്ട്, അകത്ത് നിറയെ വിത്തുണ്ട്. ഉത്തരം ചക്ക. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 1ാം ക്ലാസ്സിലെ 1ാമത്തെ ദിവസത്തെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂട്ടുകാർക്ക് എക്സാമിന് വരിക. 1ാമത്തേത് നിറം നൽകാനായിരിക്കും. അപ്പോൾ അനുയോജ്യമായ നിറങ്ങൾ തന്നെ കൂട്ടുകാർ നൽകണം. 2ാമത്തേത് ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്, വിവരണം എഴുതാനായിരിക്കും. ഒരു ചിത്രം തന്നിട്ടുണ്ടാകും. ആ ചിത്രത്തിൽ കാണുന്നവയെല്ലാം കൂട്ടുകാർ വിവരണമായി എഴുതണം. കൂട്ടുകാർ എഴുതി പഠിച്ചോളൂ. 3ാമത്തേത് മാത്തമാറ്റിക്സ് ആയിരിക്കും. ഗണിതത്തിലെ കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഒരു കുഞ്ഞു കണക്കായിരിക്കും അടുത്ത് ചോദിക്കുക. അടുത്ത ജനറൽ നോളജ് പോലെ ഇതുപോലെയുള്ള പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ കാര്യമായിരിക്കാം അടുത്ത 4ാമത്തെ ചോദ്യം. പിന്നെ ഒരു ചോദ്യമാണ് വരികൾ കൂട്ടിച്ചേർത്ത് എഴുതുക. 4 വരി തന്നിട്ടുണ്ടാകും. പിന്നെ ഒരു 8 വരി കൂട്ടുകാർ കൂട്ടിച്ചേർത്ത് എഴുതണം. അതുപോലെ കഥയുണ്ടാക്കി എഴുതാനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടുകാർ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്ത് പഠിച്ചു നോക്കൂ. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത എക്സാം സ്പെഷ്യലുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു.